പുൽപ്പാറ ടൗൺഷിപ്പ് തുടങ്ങിയത് മുതലുള്ള കുറച്ച് ഷോർട്സുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ ഘട്ടം ഘട്ടമായിട്ട് ചെയ്യുന്നുണ്ട്. ഇതാണ് പുൽപ്പാറ തേയില ഫാക്ടറിൻ്റെ ഒരു വശം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലതായിട്ട് CCTV ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് അവരുടെ വീടിൻ്റെ പ്ലാനുകൾ. അപ്പോൾ ഇതിലൊരു വീട് പണി തീർത്ത് എല്ലാവർക്കും ഉദ്ഘാടന സമയം കാണാൻ വേണ്ടി തുറന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാനും കാണാനൊന്ന് പോയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ആ വീടിൻ്റെ ഉൾവശം ഒന്ന് കണ്ടിട്ട് വരാം. ഈ വീട്ടിൽ 2 കിച്ചൺ ഉണ്ട്. ഒരു മെയിൻ കിച്ചണും ഒരു വർക്ക് ഏരിയയും. അത്യാവശ്യം നല്ല സ്പേസോടെ നല്ല വൃത്തിയിൽ എല്ലാ പണികളും തീർത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മെയിൻ കിച്ചണ്. നേരത്തെ കണ്ടത് വർക്ക് ഏരിയ. ഇവിടെ ഒരു ബെഡ്റൂം, നല്ല അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ. നല്ലൊരു ബെഡ്റൂമാണ്. ഇതൊരു അടുത്ത ബെഡ്റൂം. ഇത് വാഷ് ഏരിയയും ബാത്റൂമും അടുത്തടുത്തായിട്ടാണ്. ഇവിടെ പിന്നെ അത്യാവശ്യം ആൾക്കാരുള്ളത് കൊണ്ട് ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിൽ തന്നെ ഫ്ലവറൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെറസിൻ്റെ ഭാഗമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് നല്ല തെച്ചിയാണ്, റെഡ് തെച്ചി. സ്റ്റെയർ ഇങ്ങനെ പുറത്തുനിന്നാണ് കൊടുത്തിട്ടുള്ളത്, ബിൽഡൊക്കെ ചെയ്തിട്ട്. അടിപൊളിയാണല്ലോ. ഇത് ഓരോ വീടിൻ്റെ തറകൾ കെട്ടി തുടങ്ങിയതായിരുന്നു. ഇവിടെയൊക്കെ വീടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തത് കുറച്ച് മുമ്പത്താണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് വീഡിയോ ഇടാം. ഇത് ഫസ്റ്റ് ഭാഗങ്ങളൊക്കെ ഒന്ന് കണ്ടു വന്നിട്ട് ഇപ്പോഴത്തെ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇപ്പോൾ ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഫുള്ള് അത്യാവശ്യം വീടുകളും റോഡും ഒക്കെ ആയിട്ടുണ്ട്. നിലവിലുള്ള ഞങ്ങൾ കുറേ റോഡൊക്കെ ഒഴിവാക്കി അവിടെയൊക്കെ വീടിൻ്റെ പണി തന്നെ നടന്ന് കഴിയാനായിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോകളൊക്കെ നമുക്ക് വരും വീഡിയോകളിൽ കാണാം. ഈ വീടിൻ്റെ മുകളിൽ നിന്ന് റാട്ടക്കൊല്ലി ബൈപ്പാസ് ഫുൾ ഏരിയ കാണാം ഇവിടെ നിന്നാൽ. ഈ റോഡ് ബൈപ്പാസിൽ നിന്ന് നേരെ പുൽപ്പാറക്ക് വരുന്ന റോഡാണ്. അപ്പോൾ ഈ റോഡിൻ്റെ 2 സൈഡിലും ഇപ്പോൾ ഫുള്ള് വീടായിട്ടുണ്ട്. ഇനി ഈ റോഡ് ഒഴിവാക്കും. എന്നിട്ട് ഈ സൈഡിൽ വലതുവശത്തുള്ള വീടുകളുടെ ബാക്കിലൂടെ റോഡ് വെട്ടിയിട്ട് പകുതി ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഇപ്പോൾ ഫുൾ വീടിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഈ കാണുന്ന ഏരിയയിലൊക്കെ ഫുള്ള് വീടും വലിയ റോഡും ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ നിൽക്കുന്ന, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്ന ഈ മരത്തിൻ്റെയൊക്കെ ഈ സൈഡിലൂടെയാണ് ആ വലിയ റോഡ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ മരം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിട്ട് തരാം. അപ്പോൾ അതിൽ എവിടെയാണ് റോഡുള്ളത് എന്നൊക്കെ നിങ്ങൾക്ക് കാണാം. ആ മരം മാത്രം ഒരു കട്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് ആ വീഡിയോയിൽ നിങ്ങൾക്ക് വേഗം മനസ്സിലാവും. അടുത്ത വീഡിയോയിൽ ബാക്കി എല്ലാ മരങ്ങളും എല്ലാം പോയിട്ടുണ്ട്. തേയിലയൊക്കെ പിന്നെ കുറച്ച് മുമ്പ് തന്നെ പറിച്ചിട്ടില്ല, ആ വീഡിയോയിൽ മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഈ റോഡിൻ്റെ വലതുവശത്തായിട്ടാണ് ആദ്യം പണി തുടങ്ങിയിട്ടുള്ളത്. ഈ വശത്തൊക്കെ പിന്നെയാണ് തുടങ്ങിയത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ഭാഗത്ത് എന്ത് മാറ്റം വന്നിരുന്നു എന്നുള്ളത് രണ്ടാമത് പണി തുടങ്ങിയത് ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് മൂന്നാമത്തെ സെക്ഷന് ഇപ്പം നിലവിലുള്ളത് എങ്ങനെയാണെന്ന് അതും കാണിക്കാം.
ഇതാ റഷീദാക്കൻ്റെ വീടും ആലയൊക്കെയാണ്. അപ്പോൾ ഈ വീടിൻ്റെ ഇവിടുന്ന് ഇതിലെ നേരെ ഫ്രണ്ടിലോട്ട് റോഡ് ഉണ്ടായിരുന്നു. ഈ സ്കൂട്ടർ നിൽക്കില്ലേ, അതിലാണ് ഇപ്പോൾ വലിയ റോഡ് പോയിട്ടുള്ളത്. അപ്പോൾ ഈ വഴിയാണ് റഷീദാക്കൻ്റെ അടുക്കൊക്കെ ഇറങ്ങുമ്പോൾ ഉണ്ടായിരുന്ന വഴി. ഈ വഴീൻ്റെ പകുതി ഇപ്പം ഇല്ല. അപ്പോൾ ഇതിൻ്റെ പകുതി ഒഴിവാക്കിയിട്ട് റോഡായിട്ടുണ്ട്. ഇപ്പോൾ പശുക്കളൊന്നും മേയാൻ സ്ഥലമില്ല കേട്ടോ, ഫുള്ള് വീടുകളായി. അവർക്ക് പുല്ലൊന്നും ഇല്ല ഇപ്പോൾ ഇവിടെ, ഫുൾ വീടുകളാണ്. അതുകൊണ്ട് ഇതാ ഈ റോഡില്ലേ, ഈ റോഡ് ഇവിടുന്ന് കട്ട് ചെയ്ത് ഇപ്പോൾ ഈ റോഡ് നിലവിൽ ഇവിടെ ഇല്ല, അവിടെ വീടായി. അടുത്ത ഭാഗം കാണിക്കുന്നത് ഫാക്ടറിക്ക് അടുത്തായിട്ട് നമ്മൾ ഈ പുൽപ്പാറന്ന് വരുന്ന റോഡ് ഈ ബൈപ്പാസിലേക്ക് ജോയിൻറ്റ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. ഇതിലൊന്നും ആദ്യം റോഡില്ലായിരുന്നു, നടക്കാനുള്ള വഴി ചെറിയൊരു വഴികളേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഇതിലൂടെ റോഡായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തേയിലൊക്കെ പറിച്ച ഉടനെ ഉള്ളതാണ്. ഇതിലാണ് റോഡ് പോണത്. ആ റോഡിലുള്ള കല്ലിടുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ഇങ്ങനെ നേരെ ഞാൻ നിൽക്കണ ഇതിലെങ്ങനെ റോഡ് പോകുന്നത്. ഇതെവിടെയൊക്കെ കുറേ തേയില പറിക്കാനുണ്ടായിരുന്നു, ഇപ്പം എല്ലാം പറിച്ച് വീടായി റോഡായി. ഇതൊക്കെ തേയില കൂട്ടിയിട്ടതാണ് പറിച്ചിട്ട്. കാണുന്നുണ്ട്, അങ്ങനെ ഇങ്ങനെയാണ് റോഡ് പോയിട്ടുള്ളത്. പക്ഷേ ഈ കയറ്റമൊന്നുമില്ല കേട്ടോ, ഇത് ഫുള്ളൊരു കുന്ന് പോലെ തന്നെയുള്ളത്. ഈ കുന്നൊക്കെ നിരത്തി റോഡൊക്കെ ഇപ്പോൾ കുഴിയിലാണ്. ഈ സ്ഥലത്തിൻ്റെ മാറ്റം ഇനി മനസ്സിലാവാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ബിൽഡിങ് കാണില്ലേ, ആ ബിൽഡിങ് ഇപ്പോഴത്തെ എങ്ങനെയാണെന്നുള്ളത് കാണിക്കുക. ആ ബിൽഡിങ്ങിൻ്റെ തൊട്ട് മുമ്പിലൂടെ ആയിട്ടാണ് ഈ റോഡ് പോണത്. അവിടെ ഒരാൾ നിൽക്കുന്നില്ലേ, അതിൽ ഈ JCB വരുന്ന ഇതിലൊക്കെയാണ് നേരെ റോഡ് ബൈപ്പാസിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഞങ്ങളെ വീട്ടിൽ നിന്ന് ഒരു 2-3 മിനിറ്റ് കൊണ്ട് നമുക്ക് ബൈപ്പാസിലെത്താം. അത്രയും എളുപ്പത്തിലാണ് ഇതിലെ റോഡ് വെട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ബിൽഡിംഗ് ഇല്ലേ, ഈ വലതുവശത്തുള്ള, അത് നോക്കി വെച്ചോളി, ഞാൻ അടുത്ത വീഡിയോയിൽ കറക്റ്റ് കാണിക്കാം. അപ്പോൾ ഈ റോഡും ഈ സ്ഥലമൊക്കെ എങ്ങനെ ആയിരുന്നു എന്നുള്ളത് നിങ്ങൾക്ക് വരുന്ന വീഡിയോയിൽ മാറ്റം വരും. അപ്പോൾ ഇതാ ഈ അങ്ങോട്ട് കണ്ടില്ലേ ഒരാൾ പോകുന്നത്, അതൊക്കെ അവിടെയൊക്കെ വേറെ വീടാണ്. ഈ റോഡ് പോകുന്നതിൻ്റെ 2 സൈഡായിട്ടാണ് ഈ വീട് വരുന്നത്. ഇതൊക്കെ അമ്മായി ഞങ്ങളൊക്കെ കാണാൻ ഇറങ്ങിയതാട്ടോ. ഫുൾ ആൾക്കാരിങ്ങനെ കാണാൻ ഇറങ്ങും, നമ്മളെ സ്ഥലത്തിൻ്റെ ഓരോ മാറ്റങ്ങൾ കാണാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിയതായിരുന്നു. ഇതൊക്കെ വീടിനെടുത്തിട്ടുള്ള കുഴികളാണ്. ഇതുണ്ടോ, വരിക്ക് കുറച്ച് വീടുകൾ, പിന്നെ ഒരു സെക്ഷനായിട്ട് അങ്ങനെയാണ് വീട് വെച്ചിട്ടുള്ളത്. ഇപ്പം ഇതാ ഈ JCBക്ക് നേരെയാണ് റോഡ് പോകുന്നത്. എന്നിട്ട് ഇതിലൊരു റോഡ് ചെറുതായിട്ട് വെട്ടിയിട്ടുണ്ട്. അവിടെ ഒരു കുഴിയിൽ കുറച്ച് വീടുകൾ, അങ്ങനെ ഓരോ തട്ടായിട്ടാണ് വീട് കൊടുത്തിട്ടുള്ളത്. ഇതൊക്കെ റോഡിനുള്ള കല്ലുകളാണ്. നമ്മൾ സ്ലേറ്റ് വാങ്ങിക്കുന്ന പണ്ട് ഇതിൽ വെള്ളം ഉണ്ടാവും കണ്ടോ. ആ എൻ്റെ കൈ കാണിക്കേ, അത് ഈ ചെടിയിൽ ഓൾറെഡി ഉണ്ടാവണം. അതാ ഫ്ലവറിലെ ഞാനിപ്പോൾ താഴെ വീണേ. ഇതുണ്ടോ, ഇതിലൊക്കെ ഉണ്ട്.
ഇതാ ബൈപ്പാസ് തൊട്ടടുത്താണ്. ഇതുണ്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നത് ഈ കറണ്ടിൻ്റെത്, ഇതൊക്കെ ഇപ്പോൾ റോഡിൻ്റെ മുകളിലാണ്. അപ്പോൾ ഇവിടുന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ മരവും ഈ ടാങ്കൊക്കെ ഉയരത്തിലാണ്, നമ്മൾ റോഡ് ഇപ്പോൾ താഴെയാണ്. ഞങ്ങളൊക്കെ ഇപ്പോൾ കൂടുതലും ഇതിലുള്ള റൂട്ടിലാണ് പോവുക. നമുക്ക് 2 മിനിറ്റ് കൊണ്ട് നമ്മളെ വീട്ടിലേക്ക് എത്താം. അപ്പം ബൈപ്പാസിൽ പുൽപ്പാറക്ക് കൂടെ കറങ്ങി വരേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുണ്ടോ, ഇവിടുന്ന് 2 മിനിറ്റ് കൊണ്ട് നമ്മളവിടെ എത്തും. അപ്പോൾ ഈ കാണുന്ന ഈ ഉയരമൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. ഇതൊക്കെ കട്ട് ചെയ്ത് റോഡ് താഴ്ന്ന് ഈ സ്ഥലങ്ങൾ തട്ടായിട്ട് കട്ട് ചെയ്തിട്ട് വീടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് എലസ്റ്റൻ എസ്റ്റേറ്റിൻ്റെ ബോർഡായിരുന്നു. ഇതിലിങ്ങനെ നമുക്കൊരു ചെറിയൊരു നടവഴി ഉണ്ടായിരുന്നു. അപ്പം അമ്മായിയൊക്കെ അതിൽ ബൈപ്പാസിലേക്ക് ഇറങ്ങുകയാണ്. ഞാൻ പോയിട്ടില്ല. അപ്പം അതിൽ അവർ പോയി, ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഈ തേയില പറിക്കാനുള്ള ഈ ഏരിയയിലാണ് ഇപ്പം അവരെ ക്യാൻറ്റീന്, പിന്നെ അവരെ താമസിക്കുന്ന ഷെഡ്, അങ്ങനെ കുറേ സംഭവങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മളിവിടെ പുൽപ്പാറ ഫാക്ടറിൻ്റെ അവിടെയും 2-3 ഷെഡുകൾ വേറെ ഉണ്ട് അവർ താമസിക്കുന്നത്. ഇതെൻ്റെ വീടിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു വ്യൂ ആണ്. ഈ ഭാഗത്തേക്കും കുറേ വീടുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ ഫുള്ള് ഒരുവിധം വീടായിട്ടുണ്ട്. ഒരു കുത്തനെ ഞാൻ കുറച്ചൊക്കെ ഭാഗം ഷോർട്സിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, വരും വീഡിയോകളൊക്കെ ഒന്ന് കാണുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുണ്ടോ, ഈ തോട്ടത്തിൽ മാത്രമാണ് അത്യാവശ്യം പച്ചപ്പുള്ളൂ. ഇത് ഇവിടെയുള്ള കറിവേപ്പില നശിച്ചു പോയിട്ടോ, അതിനെന്തോ ഒരു ഫംഗസ് വന്നവർ ശരിയാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന പച്ചപ്പൊന്നും ഇനി അവിടെ ഇല്ല കേട്ടോ. അടുത്ത ഷോർട്സിലിട്ടപ്പോൾ കണ്ടിട്ടുണ്ടാവും, കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. ഈ മരങ്ങളും ഈ തെങ്ങുകളും ഒന്നും ഇപ്പോൾ അവിടെ ഇല്ല. ഈ ഏരിയക്കുള്ള കാടൊന്നുമില്ല. അപ്പോൾ പുൽപ്പാറയുടെ വരും മാറ്റങ്ങളുമായിട്ടുള്ള വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. നന്ദി.